അപ്പോൾ ചെമ്പരത്തി ചായ ഞാനും ഉണ്ടാക്കി കേട്ടോ. ഈ ചെമ്പരത്തി ചായ എപ്പോഴും വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ മടി കൊണ്ട് നടക്കത്തില്ല. ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. നമ്മൾ പുതിയത് പരീക്ഷിക്കുന്നത് നല്ലതല്ലേ, അങ്ങനെ നോക്കിയതാണ്. ചെമ്പരത്തിപ്പൂ എടുത്തു, ഇഞ്ചി എടുത്തു, പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, തേൻ ഒഴിച്ചിട്ടുണ്ട്. ചെമ്പരത്തി നന്നായി കഴുകിയിട്ട് ഇഞ്ചി ആദ്യം നന്നായി വെട്ടി തിളപ്പിച്ചിട്ടാണ് ഞാൻ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേൻ ഒഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, പിന്നെ കുഞ്ഞിന് കൊടുക്കേണ്ടതുകൊണ്ട് തേൻ സ്വല്പം ഒഴിച്ചു. കുടിച്ച് കുഴപ്പമില്ല കേട്ടോ, നന്നായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ചെമ്പരത്തിപ്പൂ ആകാമായിരുന്നു എന്ന് തോന്നി. നിങ്ങൾ ഉപയോഗിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് നന്നായിട്ട് തോന്നി. ചെമ്പരത്തിപ്പൂ ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ. അപ്പോൾ നേരത്തെ പൊട്ട് തൊടാനും മറ്റുമൊക്കെ എടുത്തിരുന്ന സാധനം ഇപ്പോൾ കുടിക്കാനും എടുക്കും, തീയൽ വെക്കാനെടുക്കും. കുറേ ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ ചെമ്പരത്തിപ്പൂ കൊണ്ട്.